ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ്. നമ്മൾ ഇന്നൊരു പുതിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രഷർ ട്രസ്റ്റ് എന്താണെന്നൊക്കെ നോക്കി, അതുപോലെ സോളിഡ്സിൽ പ്രയോഗിക്കുന്ന പ്രഷറിനെ കുറിച്ചും നമ്മൾ പ്രഷറിൻ്റെ വേരിയേഷൻ നമ്മൾ കാൽക്കുലേഷൻ വഴി കണ്ടുപിടിച്ചു. ഇനി ഞാൻ ചോദിക്കട്ടെ, സോളിഡ് മെറ്റൽസ് സബ്സ്റ്റൻസിന് മാത്രമാണോ പ്രഷർ പ്രയോഗിക്കുന്നത്? ലിക്വിഡ്സിനുണ്ടായിക്കൂടെ? നമുക്കത് നോക്കാം. നിങ്ങളൊരു ബക്കറ്റിൽ വെള്ളം നിറച്ചു, അതിലേക്ക് ഒരു ബോൾ ഇമേഴ്സ് ചെയ്യാണ്. അപ്പോൾ അതൊന്ന് പൊന്തി വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും അല്ലേ? അതെന്തുകൊണ്ടാണ്? അവിടെ ഒരു അപ്വേർഡ് പ്രഷർ ഉണ്ടാകുന്നത് കൊണ്ടാണ് ആ മോള് പൊന്തി മുകളിലേക്ക് വരാൻ തോന്നുന്നത്. അതുപോലെ നമ്മളിപ്പോൾ വെള്ളത്തിൽ മുങ്ങാൻ വിചാരിക്കുക, നമുക്ക് പെട്ടെന്ന് പൊങ്ങാനൊരു ഇത് വരുമല്ലേ, ഒരു അസ്വസ്ഥത പോലെ വരുമല്ലേ? ഒക്കെ ഈ പ്രഷറിൻ്റെ ഒരു പരിപാടികളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ലിക്വിഡ് പ്രഷർ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു പിക്ചർ കാണിക്കാം. ജസ്റ്റ് ഒബ്സർവ് ഇറ്റ് ആൻഡ് റൈറ്റ് യുവർ ഒബ്സർവേഷൻ യുവർ നോട്ട്ബുക്ക്. ഇവിടെ ഒരു PVC പൈപ്പും 3 ബലൂൺസ് എടുത്തിട്ടുണ്ട്. ആ 3 ബലൂണിനെ ABC എന്ന് നെയിം ചെയ്തു. നമ്മൾ ആ പൈപ്പിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളം ഒഴിച്ചതിന് ശേഷമുള്ള ഒരു ഇതാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഉള്ള ഇമേജാന്ന് പറഞ്ഞു. ഇതിലേത് ബലൂണാണ് എക്സ്പാൻഷൻ കൂടുതൽ? C ആണല്ലേ. മറ്റ് ബലൂണെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടായിരിക്കും? കാരണം എന്താ വെച്ചാൽ ഈ ബോട്ടം ലെവലിലുള്ള വെള്ളത്തിന് മുകൾ ഭാഗത്തു നിന്നും പ്രഷർ നല്ല വരുന്നുണ്ട്. സിക്ക് എയുടെയും ബിയിൽ നിന്നും വരുന്ന പ്രഷർ കൂടുതലാണ് താഴത്തേക്ക്. അതുകൊണ്ടാണ് സിയിൽ ഇത്ര എക്സ്പാൻഷൻ. ബിയുടെ കേസ് എടുക്കുമ്പോൾ എയിൽ നിന്ന് വരുന്ന പ്രഷറേ ഉള്ളൂ. അതുകൊണ്ട് ബി ഇത്ര. എയുടെ ആണെങ്കിൽ മുകളിൽ നിന്നുള്ള ചെറിയൊരു പ്രഷറുള്ളൂ എ. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടിയിട്ടുള്ള പ്രഷറാണ് സിയിൽ വരുന്നത്. അതുകൊണ്ടാണ് സി എന്ന ബലൂൺ ഇത്രയ്ക്ക് അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ കാര്യം. ഒന്നുകൂടി മനസ്സിലാക്കാൻ ഒരു വീഡിയോ കാണാം. Let's take this plastic bottle and poke 2 holes, one at the bottom and one in the middle. We will temporarily close these holes with tape. Now fill the bottle with water. What will happen if I remove the tape quickly? Will water come out at the same speed from both the holes? Water is coming out of the bottom hole at a higher speed, while more liquid is present above the bottom hole than the middle hole, and it exerts more pressure near the bottom. It is because of pressure which is higher at the bottom as compared to the top. മനസ്സിലായില്ലേ? ഇതുകൊണ്ടാണ് സി എന്ന ബലൂൺ ഇത്രയ്ക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കാരണം ബോട്ടം സൈഡിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ കൂടുതലായിരിക്കും കമ്പയർ ടു ദ ടോപ്പ് മോസ്റ്റ്. ഇനി അടുത്തൊരു ആക്ടിവിറ്റിയും കൂടി കാണും. Let us take 3 containers of different shape and size. We will punch hole at the same height for all containers. They have different amounts of water above the hole. From which container water will come out at higher speed? None. Water comes out at equal speed from all the containers. We can say that pressure depends on the height of the water column and not on the shape of the container. അപ്പോൾ ഇവിടെ നോക്ക്, 3 ഡിഫറെൻറ്റ് കണ്ടെയ്നേഴ്സ് എടുത്തു. 3 സൈസാണ്, ഷേപ്പുമാണ്. ഒരേ ലെവലിൽ നമ്മൾ ഹോളിട്ടു. എന്നിട്ട് ആ ഹോള് റിലീസ് ചെയ്തപ്പോഴോ ഒരേപോലെയാണ് വെള്ളം പോകുന്നത്. ഇവിടെ പറഞ്ഞു ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റിനുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പ്രഷർ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ആ പിക്ചറിൽ നമ്മൾ ഇനിയും വെള്ളം കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ അവിടെ സി എന്ന ബലൂണേ എക്സ്പാൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ അവിടെ അനുഭവപ്പെടുന്ന പ്രഷറിൻ്റെ, ആ ലിക്വിഡിൽ അനുഭവപ്പെടുന്ന പ്രഷർ അതിൻ്റെ ഹൈറ്റ് ഓഫ് എ ലിക്വിഡ് കോളത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്ര വെള്ളം നമ്മൾ ആ പൈപ്പിൽ ഒഴിച്ചാലും സി എന്ന ബലൂണേ എക്സ്പാൻഡ് ചെയ്യുള്ളൂ. ബിക്കോസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ എ ലിക്വിഡ് കോളം ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഹൈറ്റ്. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ലിക്വിഡ് കോളത്തിലുണ്ടാകുന്ന പ്രഷറും കൂടുന്നു. ഓക്കെ. ലിക്വിഡ് എക്സേർട്ട് എ ഫോഴ്സ് ഓൺ ഓൾ സൈഡ് ഓഫ് ദ കണ്ടെയ്നർ ഇൻ വിച്ച് ദേ ആർ ടേക്കൺ. നമ്മൾ ഏത് കണ്ടെയ്നറിൽ എടുത്താലും ലിക്വിഡ്സ് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും അതിൻ്റെ എല്ലാ വശത്തിലേക്കും. ഓക്കെ, ഇതൊരു പൊതു സ്വഭാവമാണ്.
ദ ത്രസ്റ്റ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ബൈ എ ലിക്വിഡ് ഈസ് ലിക്വിഡ് പ്രഷർ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ലിക്വിഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ത്രസ്റ്റ്, ഒരു ലിക്വിഡ് അതിൻ്റെ യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ത്രസ്റ്റിനെയാണ് നമ്മൾ ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത്. ത്രസ്റ്റ് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു സർഫസിൽ പെർപെൻഡിക്കുലറായി അനുഭവപ്പെടുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ത്രസ്റ്റ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ബൈ എ ലിക്വിഡ്, ഒരു ലിക്വിഡ് വഴി ഒരു യൂണിറ്റ് ഏരിയയിൽ ത്രസ്റ്റ് ആക്ട് ചെയ്യുന്നതിൽ അതിനെ ലിക്വിഡ് പ്രഷർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ പ്രഷറിനെ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതൊരു ഫാക്ടറാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തൊരു എക്സ്പെരിമെൻറ്റ് കാണാം. ഇവിടെ 2 PVC പൈപ്പ് എടുത്തിട്ടുണ്ട്, 2 ബലൂണുണ്ട്. ഒന്നിൽ വാട്ടറും ഒന്നിൽ കെറസിനുമാണ്. ഏത് ബലൂണാണ് കൂടുതലായി എക്സ്പാൻഡ് ചെയ്ത് കാണുന്നത്? ശരിയാണ്, വാട്ടർ നിറച്ച ബലൂണാണ് എക്സ്പാൻഷൻ കൂടുതൽ. കെറസിൻ്റെ ബലൂൺ ബലൂണിനെ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പാൻഷൻ കുറവാണ്. എന്താ കാര്യമെന്ന് വെച്ചാൽ വാട്ടറിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ് കെറസിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇത് നിങ്ങൾക്ക് വീട്ടിൽ പരിശോധിക്കാം. കാരണം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കെറസിൻ ഒഴിച്ച് നോക്കൂ. കെറസിൻ വെള്ളത്തിൻ്റെ മുകളിൽ പൊന്തി കിടക്കും. കാരണം ഡെൻസിറ്റി കുറവായതുകൊണ്ടാണ് കെറസിൻ വെള്ളത്തിൻ്റെ മുകളിൽ പൊന്തി നിൽക്കുന്നത്. സോ നമ്മൾ പ്രഷറിനെ റിലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഡെൻസിറ്റി ഒരു ഫാക്ടറാണ്. അപ്പോൾ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രഷറും ഇൻക്രീസ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? When density increases, pressure increases. So, a liquid pressure is directly proportional to the weight of a liquid column over unit area. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലിക്വിഡ് കോളം എന്ന് പറഞ്ഞു, ലിക്വിഡ് കോളം ഹൈറ്റ് എന്ന് പറഞ്ഞു, അതിന് നമ്മൾ H എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞു, അതിന് D എന്നാണ് പറയുന്നത്. ഓക്കെ, G എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമുക്കിതിൽ നിന്ന് ലിക്വിഡ് പ്രഷറിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. P is equal to H into D into G. അപ്പോൾ ഇതാണ് ലിക്വിഡ് പ്രഷറിനുള്ള ഇക്വേഷൻ. അപ്പോൾ ക്ലിയർ ആയാലേ? 2 ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ലിക്വിഡ് പ്രഷറിന്. അത് എപ്പോഴും ഓർത്ത് വയ്ക്കണം നമ്മൾ. ഒന്ന് ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ്, പിന്നെ ഒന്ന് ഡെൻസിറ്റി. ഹൈറ്റ് കൂടുമ്പോൾ പ്രഷർ കൂടുന്നു, ഡെൻസിറ്റി കൂടുമ്പോഴും പ്രഷർ കൂടുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? സംശയമൊന്നുമില്ലല്ലോ? Thank you.